കേരളത്തിൽ കഴിവില്ലാത്ത നേതാക്കൾ ഇല്ലാഞ്ഞിട്ടാണോ രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന പ്രസിഡന്റ് ആക്കുന്നത്? കഴിവിൻ്റെയും കഴിവുകേടിൻ്റെയുമല്ല. കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ബി ജെ പിക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റിയ വ്യക്തി രാജീവ് ചന്ദ്രശേഖരാണെന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് തോന്നിയിട്ടുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഓരോ സംസ്ഥാനത്തും പാർട്ടി ഒരാളെ നിശ്ചയിക്കുന്നത് എല്ലാ കാര്യങ്ങളും വിലയിരുത്തിക്കൊണ്ടാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ സാന്നിധ്യം കേരളത്തിന് ഗുണകരമാകും. കാരണം കഴിഞ്ഞ തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൻ്റെ പശ്ചാത്തലത്തിൽ ചെറിയ വോട്ടിനാണ് ഞങ്ങൾക്ക് തിരുവനന്തപുരം നഷ്ടപ്പെട്ടു പോയത്. അതും ശശി തരൂരിനെ പോലെയുള്ള ഒരു വലിയ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ജയിച്ചു വരുന്ന ഒരാൾ മത്സരിച്ചിട്ടും ഞങ്ങൾക്ക് ചെറിയ 15,000 വോട്ടിൻ്റെ ഡിഫറൻസിനാണ് ഞങ്ങൾ പരാജയപ്പെട്ടു പോയത്. അപ്പം അത് രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് കേന്ദ്ര നേതൃത്വത്തിന് ബോധ്യമായതുകൊണ്ട് അത് പാർട്ടി പ്രവർത്തനത്തിന് പ്രയോജനകരമാകും. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നുമില്ല. അദ്ദേഹം വളരെ ഡൗൺ ടു എർത്തായിട്ട് ഇടപഴകുന്ന ആളാണ്. വളരെ സിമ്പിളായിട്ട് എല്ലാ പ്രവർത്തകന്മാരോടും ഒരേപോലെ പെരുമാറുന്ന ആളാണ്. അപ്പോൾ പ്രവർത്തകന്മാർക്കൊന്നും അത്തരമൊരു ഫീലിംഗ് ഇതേവരെ വന്നിട്ടില്ല.